മുരിങ്ങയ്ക്ക കൊണ്ട് നല്ല ഒരു വിഭവം നമുക്കുണ്ടാക്കാം. ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനൊക്കെ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല വിഭവം ഉണ്ടാക്കാം. അതിനുവേണ്ടി ചെറുതായിട്ട് മുറിച്ചെടുത്ത മുരിങ്ങയ്ക്ക ഒരു പാത്രത്തിൽ സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിൽ 2 ഗ്ലാസ് പച്ചമോരെടുക്കാം. ഇനി ആ മോരിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവിട്ട് ഉണ്ട കുത്താതെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മുരിങ്ങയ്ക്ക നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ ചേർത്ത് അരിഞ്ഞത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ശർക്കര ഇതുകൂടി അതിൻ്റെ കൂട്ടത്തിലിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. കടുകും ജീരകവും പൊട്ടി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കായം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒന്നും മറ്റൊരു കറിയും വേണ്ട, അത്രയ്ക്ക് സ്വാദുള്ളതാണിത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ആ മുരിങ്ങയ്ക്ക മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് സ്വല്പം 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് മല്ലിയിലയും ചേർത്ത് നമുക്ക് ഇറക്കിയെടുക്കാം. സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ പേര് ഖടി എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഖടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി ഉടനെ കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.